ഭൗതിക കോളേജിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ കരയുന്നു. ഒരു പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ കഴിഞ്ഞ ദുൽഹജ്ജ് മാസത്തിൽ ഞാൻ കിനാവിൽ ദർശിച്ചു. എൻ്റെ മകൻ വല്ലാതെ വികൃതി കാണിച്ചപ്പോൾ ഞാൻ അവനെ ശാസിച്ചു. അങ്ങനെ അന്നത്തെ രാത്രിയിൽ എനിക്ക് വല്ലാതെ മാനസിക പ്രയാസം നേരിട്ടു. സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കിടന്നുറങ്ങിയപ്പോൾ മദീനയിലെ രാജാവ് വരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹബീബായ തങ്ങൾ ഒരു മജ്ലിസിൽ ഇരിക്കുകയാണ്. ധാരാളം അവിടുത്തെ ശിഷ്യന്മാര് അവിടുത്തെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്ന ഇൽമ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം ജനങ്ങൾ കൂടി നിൽക്കുന്ന ഒരു മജ്ലിസാണ്. ആ മജ്ലിസിന്റെ ഏറ്റവും അവസാനത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ധാരാളം ജനങ്ങൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ എൻ്റെ കാലിൻ്റെ തള്ളവിരലുകളിൽ പൊങ്ങിയങ്ങ് നിന്നിട്ട് നോക്കി മുത്തുനബിയെ. അവിടുന്ന് എന്നെ മാടി വിളിച്ചു. ഞാൻ ഹബീബായ തങ്ങളുടെ വലതുവശത്തേക്ക് ഓടിച്ചെന്ന് അവിടുത്തെ കരങ്ങൾ നീട്ടിത്തന്നപ്പോൾ ആ കരം പിടിച്ച് ഉമ്മ വെച്ച് അവിടെ ഇരുന്നു. ഹബീബായ തങ്ങൾ എന്നോട് പാടാൻ പറഞ്ഞപ്പോൾ എനിക്ക് യാ അക്രമ ബൈത്ത് മനപ്പാടമായി അറിയാം. ഞാൻ ആ ബുർദയിലെ അവസാനത്തെ വരികൾ യാ അക്രമത്ത് തുടങ്ങുന്ന വരികളങ്ങ് ചൊല്ലി പൂർത്തിയാക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിച്ചു. എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. ഈ സഹോദരൻ പറയാണ്, ഞാൻ ഹബീബായ തങ്ങളെ കണ്ടപ്പോൾ ആ സദസ്സിൽ പിന്നിൽ നിൽക്കുമ്പോ എൻ്റെ സമീപത്തൊരു മുതഅല്ലിമുണ്ട്, ഒരു ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥിയുണ്ട്. ആ മുതഅല്ലിമിനോട് ചോദിച്ചു, ആരാണത്? അദ്ദേഹമാണ് എനിക്ക് വിവരം നൽകിയത്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന്. ഹബീബായ തങ്ങളുടെ പൂമേനിയിൽ കുപ്പായം ധരിച്ചിട്ടില്ലല്ലോ. അവിടുത്തെ ശറഫാക്കപ്പെട്ട തലയിൽ തലപ്പാവില്ലല്ലോ. ഇത് ദുൽഹജ്ജ് മാസമല്ലേ? ഹബീബായ തങ്ങൾ ഇഹ്റാമിലാണ്. സുഹൃത്തുക്കളെ, ആ സഹോദരൻ പറയാണ്, ഇന്ന് ഞാൻ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച് ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അതേ എൻ്റെ തൊട്ടടുത്തുള്ള മുതഅല്ലിമിനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു പരിചയം. ഞാൻ ഇങ്ങനെ എൻ്റെ ചിന്താമണ്ഡലത്തിൽ ഇങ്ങനെ കറക്കി നോക്കി, എവിടുന്നാണ് ഈ മുതഅല്ലിമിനെ നല്ല പരിചയമുണ്ടല്ലോ. സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തെയായിരുന്നു കിനാവിൽ ഞാൻ ദർശിച്ചിരുന്നത്. ഈ മുതഅല്ലിമായിരുന്നു എനിക്ക് ഇത് മുത്തുനബിയാണെന്ന വിവരം അറിയിച്ചു തന്നത്. ആ മുതഅല്ലിമിനെ ഒരുപാട് കാലമായി, ദിവസങ്ങളായി ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു. മുതഅല്ലിമീങ്ങളെയൊക്കെ കാണുമ്പോ കിനാവിൽ കണ്ട മുതഅല്ലിമാണോ എന്ന് ശ്രദ്ധിച്ചു നോക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ആ സഹോദരൻ ഇത് പറഞ്ഞ് കരയുകയാണ്. ഞാൻ ചോദിച്ചു, മാഷേ, നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അവിടുത്തെ മനാമിൽ ദർശിക്കാൻ മാത്രം എന്തു ബന്ധമാണുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പാവപ്പെട്ട സഹോദരനാണ്. ഞാൻ മുത്തുനബിയിൽ നിന്ന് വളരെ ദൂരത്താണ്. പക്ഷേ
ഞാൻ ഒരുപാട് വർഷങ്ങളായി എൻ്റെ ഈ കൗണ്ടറിൽ എണ്ണം പിടിച്ചു ഞാൻ സ്വലാത്തു ചൊല്ലുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് കീശയിൽ നിന്നൊരു കൗണ്ടർ കാണിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയാണ്, ശരാശരി എല്ലാ ദിവസങ്ങളിലും 5000 സ്വലാത്തുകൾ ഞാൻ പതിവാക്കാറുണ്ട്. ഐനുന്നൂറിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ, സഹോദരന്മാരെ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിക്കാൻ, മനാമിൽ ഹബീബായ തങ്ങളെ കണ്ട് സന്തോഷിക്കാൻ, മദീനയിലെ രാജാവിലേക്ക് ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ ആ നേതാവിന്റെ ഒരു നോട്ടം ലഭിക്കാൻ, അവിടുത്തെ ആസാറുകൾ സ്വീകരിക്കാൻ, അവിടുത്തോടുള്ള കണക്ഷൻ നേടാനുള്ള വഴിയാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹ്, കഫറത്തു സ്വലാത്തി അലാ ഹബീബില്ലാഹ്. അല്ലാഹു സ്വലാത്തിന്റെ വാക്താക്കളിൽ നമ്മെ എല്ലാം കബൂലാക്കി തരട്ടെ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ്, അഗദിരയാലു ഹബീബുല്ലാഹ്, ആമന്നാ ബിറസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.